പിന്നെ ഈ മുഖത്തെ സങ്കടം, അത് ഞാൻ കുറെ കാണാൻ ആഗ്രഹിച്ചതാ. സങ്കടം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് സങ്കടത്തിനൊരു ഘോഷയാത്രയാ വരാൻ പോകുന്നത്. നിന്നോട് പറഞ്ഞ കേട്ടില്ലേ? എന്റെ കയ്യിൽ നിന്ന് ഞാനൊന്ന് പറയട്ടെ. അച്ചിക്കോന്തനെ എച്ചി. എടാ, നിനക്ക് പോയി കെട്ടി തൂങ്ങി ചത്തൂടെടാ. അതാരാ നോക്കിയേ? ആരാ? ഞാൻ രാമകൃഷ്ണൻ, ബ്രോക്കറാ. വീടും വസ്തുവൊക്കെ വിറ്റുകൊടുക്കുകയും വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും. ഇംഗ്ലീഷിൽ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. പക്ഷേ വലിയ കേസുകളെ അറ്റൻഡ് ചെയ്യും. നിനക്ക് ഇവിടെ എന്താ കാര്യം? അതെ, ഞാൻ നന്ദന മേഡം പറഞ്ഞിട്ട് വന്നതാ. ഈ വീട് വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. വീട് വിൽക്കുന്ന കാര്യം ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. അതങ്ങനെ എല്ലാവരെയും അറിയിക്കാൻ വെഡിങ് ഫംഗ്ഷൻ ഒന്നും അല്ലല്ലോ. ഇനി അഥവാ അറിയിച്ചാൽ തന്നെ വലിയൊരു തുക മുടക്കിയത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇവിടെയുള്ളവർക്കില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് അറിയിക്കേണ്ടവരെ മാത്രം അറിയിച്ചുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ട അവരിതങ്ങ് വാങ്ങും. ബാക്കിയുള്ളവരൊക്കെ പെട്ടിയും പ്രമാണമൊക്കെ തുടച്ചു വെച്ച് റെഡി ആയിട്ടിരുന്നു. നന്ദനെ, ഇങ്ങനെയാണോ മുതിർന്നവരോട് സംസാരിക്കുന്നത്? എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയൂ. പിന്നെ എന്റെ സംസാര രീതി മെച്ചപ്പെടുത്താനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല. ആ, നമുക്ക് ഈ വീടൊന്ന് നോക്കാം. ഇതൊക്കെ ഒറിജിനൽ തേക്ക് തന്നെയാണോ അതോ ഡിസൈനാണോ? ഇപ്പോ തേക്കിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ഡിസൈനൊക്കെ ഉണ്ട്. സ്കാൻ ചെയ്ത് നോക്കിയാൽ പോലും അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് കിടിലൻ സാധനമാ. വിലയും കുറവാ. ഇത് പണം മുടക്കി വെച്ച വീടാ. കോടികൾ. അതിന്റെ ക്വാളിറ്റി വീടിനും ഉണ്ടാവും. ചിരമേ, അവളുടെ അഹങ്കാരം കണ്ടില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ ഇപ്പൊ ഒന്നും മിണ്ടണ്ട. ഇത് ഇറ്റാലിയൻ മാർബിൾ ആണോ അതോ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണോ? ഇറ്റാലിയൻ മാർബിൾ. അവന്റെ ഇറ്റാലിയൻ മാർബിൾ. ശരിട്ടാ, മിണ്ടാതിരിക്കും. അപ്പോ വീടൊക്കെ എനിക്ക് ഓക്കെയാണ് മേഡം. എനിക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങാൻ പോകുന്ന ആളിനും ഓക്കെ. എന്റെ കമ്മീഷന്റെ കാര്യം അറിയാലോ. മേഡത്തിന് എനിക്ക് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞതാ. താൻ പേടിക്കണ്ട. ആര് തരുന്നതിനേക്കാളും കൂടുതൽ ഞാൻ തന്നിരിക്കും. താങ്ക് യു മേഡം. ചിലര് 3% തരാന്നൊക്കെ പറയും. കാര്യം കഴിയുമ്പോ അത് തരില്ല. ആ, താമാടോ, നമുക്ക് ഈ വീട് മൊത്തം കാണാം. വാ. ആ, നടക്ക. വാ നന്ദു. ഒരുപാട് മോഹിച്ചു വെച്ച വീടാ. അവസാന കാലം വരെ ഇവിടെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഒരുപാട് പേർ എന്നെ കാണാൻ വന്ന ഇടം. എനിക്കെന്റെ മേൽവിലാസമാ ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു ഞാൻ? ഒന്നുമല്ലതായി തീരുന്നത് പോലൊരു തോന്നൽ. അച്ഛൻ വിഷമിക്കല്ലേ. ജീവിതത്തിലെ വിജയവും പരാജയവും ഒക്കെ സാധാരണല്ലേ? ചിലർക്കത് സാധാരണമായിരിക്കാം. പക്ഷെ എനിക്കങ്ങനെയല്ല. ഈ പടിയിറങ്ങുമ്പോൾ എന്റെ സമ്പാദ്യം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, എന്റെ അന്തസ്സ് കൂടിയാണ്. ആളുകൾ എന്നെ നോക്കി സഹതപിക്കുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല. അച്ഛ, ആരാ അച്ഛനെ നോക്കി സഹതപിക്കുന്ന? ഈ വീടും പ്രോപ്പർട്ടി അല്ല അച്ഛന്റെ വലിപ്പം. അച്ഛൻ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്തൊരു പേരുണ്ട്, ഒരു വ്യക്തി
വ്യക്തിത്വമുണ്ട്. അതാർക്കും അച്ഛനിൽ നിന്നും തട്ടിയെടുക്കാൻ കഴിയില്ല. അച്ഛൻ സീറോയിൽ നിന്നല്ലേ തുടങ്ങിയത്. വീണ്ടും ഒരു വട്ടം കൂടി ശ്രമിച്ചൂടെ? ഞാനും കൂടെ ഉണ്ടാവും. പൊരുതി നേടാനുള്ള പഴയ വീര്യം ഇപ്പോൾ ഈ ശരീരത്തിനില്ല. ഹ, ഉള്ളിൽ ശൂന്യത മാത്ര. എല്ലാം കൈവിട്ടു പോയവന്റെ ഒരവസ്ഥ. തോറ്റെടുക്കാൻ പാടില്ലെന്ന് മുൻപച്ഛൻ പറയാറില്ലേ? അത് തന്നെയാ ഇപ്പൊ എനിക്കും പറയാനുള്ളത്. അച്ഛാ, വീടെന്ന് പറയുന്നത് ഒരു കെട്ടിടം മാത്ര. മനുഷ്യൻ നിർമ്മിക്കുന്നത്. നമ്മൾ ഇനി ഹാർഡ് വർക്ക് ചെയ്താ ഇനിയൊരു വീട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ എന്റെ അച്ഛൻ തളരരുത്. അതെനിക്ക് താങ്ങാൻ കഴിയില്ല. ഞാൻ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാം. ഈ വീട് വാങ്ങുന്നവർക്ക് പണം മാത്രം പോരാ. എന്നെ പോലെ സമൂഹത്തിൽ സ്റ്റേറ്റസ് ഉള്ളവരായിരിക്കണം. അത് നിർബന്ധം. അത് പിന്നെ പറയാനുണ്ടോ മാഡം? എന്റെ കയ്യിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സേ ഉള്ളൂ. മാഡത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുതരാം. അത് ഞാൻ ഗ്യാരണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ചെറിയ കസ്റ്റമേഴ്സുമായിട്ടൊന്നും ഇടപെടാറില്ല. ഓൺലി VIPs. ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് കണ്ടാലേ മാഡം ഞെട്ടും. നന്ദനെ, പ്രതാപന്റെ മുന്നിലാണോ ഇങ്ങനെ ഇരിക്കുന്നത്? കാല് താഴ്ത്തിയിട്. എടി, നിന്നോടല്ലേ പറഞ്ഞേ, കുറച്ച് കോമൺ സെൻസ് കാണിക്ക്. വേണ്ട ചേച്ചി. മഹാഭാരതത്തില് പാണ്ഡവരുടെ കൊട്ടാരത്തിൽ ചെന്ന് അഹങ്കാരത്തോടെ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്ന ദുര്യോധനന്റെ ഒരു കഥയുണ്ട്. ആ അഹങ്കാരത്തിന്റെ ഫലം പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനന്റെ തുട തല്ലിപ്പൊട്ടിക്കുന്നതിൽ ചെന്ന് അവസാനിച്ചത്. അത് കഥ. പക്ഷേ ഇത് ജീവിത. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. വല്യമാവനെ നിന്നേ. എനിക്ക് വല്യമാവനോട് ബഹുമാനക്കുറവൊന്നുമില്ല. പിന്നെ ഈ മുഖത്തെ സങ്കടം, അത് ഞാൻ കുറെ കാണാൻ ആഗ്രഹിച്ചതാ. സങ്കടം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് സങ്കടത്തിനൊരു ഘോഷയാത്രയാ വരാൻ പോകുന്നത്.